ഒരു മനുഷ്യ ജീവിതത്തിൽ എപ്പോഴും ഒരു സംഘർഷമാണ്. തിന്മയും നന്മയും തമ്മിലുള്ള ഒരു സംഘർഷം. തിന്മ സാത്താനും നന്മ ദൈവികവുമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജഡീകവും ആത്മാവും തമ്മിലുള്ള ഒരു സംഘർഷം. മനുഷ്യൻ സദാ ജഡികനായി ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറുഭാഗത്ത് അവന്റെ ആത്മീയമായ ജീവിതത്തിന് കോട്ടം സംഭവിക്കും. ദൈവം തമ്പുരാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ആത്മീയ മനുഷ്യനായിട്ടായിരുന്നു. ആദാമിനെ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ പാവം ചെയ്യാത്ത സദാ ദൈവം തമ്പുരാന്റെ കൂടെ ജീവിക്കുന്ന ആത്മീയ മനുഷ്യനായിരുന്നു ആദ്യ മനുഷ്യൻ. എന്നാൽ എപ്പോൾ പാപം ചെയ്തോ അന്നു മുതൽ ജഡികനായി മാറി. ആ ജഡിക സ്വഭാവം ഇന്നും എല്ലാ മനുഷ്യനിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഈ ജഡിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള ഒരു പോരാട്ടം എല്ലാ മനുഷ്യരിലൂടെയും ഇന്നും തുടർന്നുകൊണ്ട് പോകും. ഈ ജഡിക സ്വഭാവത്തിൽ നിന്നും ആത്മീയ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ ജഡാവതാരണം ചെയ്ത് ഈ ഭൂമിയിലേക്ക് വന്നു. ജഡം ധരിച്ച് മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ജഡിക മനുഷ്യനെ ആത്മീയ മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. ആ ഒരു പുതിയ രൂപാന്തരത്തിലേക്കാണ് ഓരോ മനുഷ്യനും നയിക്കപ്പെടുന്നത്. കർത്താവിന്റെ ജഡം ധരിച്ചുള്ള ജീവിതവും തുടർന്നുള്ള കർത്താവിന്റെ കുരിശിലേക്കുള്ള യാത്രയുമൊക്കെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ: ജഡീകനെ ആത്മീയമായി മാറ്റി. അങ്ങനെയാണ് സ്വർഗം അവകാശമായി ലഭിക്കുന്നത്. അതിന് നമ്മുടെ യാത്ര മുന്നോട്ട് നമ്മളെ നയിക്കും.